റുകൂയിൽ എന്താണ് ചൊല്ലേണ്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ ബിബി റളിയല്ലാഹു തആല അൻഹ പറയുകയാണ്, കാന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം യുക്തിറു അൻ യഖൂല ഫീ റുകൂഇഹി വ സുജൂദിഹി സുബ്ഹാനകല്ലാഹുമ്മ റബ്ബനാ വ ബിഹംദിക അല്ലാഹുമ്മ ഗ്ഫിർലീ യതഅവ്വലുൽ ഖുർആൻ. നബി അധികവും റുകൂയിലും സുജൂദിലും പ്രവാചകന്റെ അവസാന കാലത്ത് അധിക റുകൂയിലും സുജൂദിലും എന്താണ് അധികരിപ്പിക്കാറുള്ളത്? സുബ്ഹാനകല്ലാഹുമ്മ റബ്ബനാ വ ബിഹംദിക അല്ലാഹുമ്മ ഗ്ഫിർലീ. പല പ്രാർത്ഥനകളും ഹദീസിൽ വന്നിട്ടുണ്ട്. സുബ്ഹാന റബ്ബിയൽ അളീം എന്ന് വന്നിട്ടുണ്ട്. സുബ്ഹാനകല്ലാഹുമ്മ റബ്ബനാ വ ബിഹംദിക അല്ലാഹുമ്മ ഗ്ഫിർലി എന്ന് വന്നിട്ടുണ്ട്. സുബ്ബൂഹുൻ ഖുദ്ദൂസുൻ റബ്ബുൽ മലായികതി വർ-റൂഹ് എന്ന് വന്നിട്ടുണ്ട്. അല്ലാഹുമ്മ ലക റകഅതു വബിക ആമൻതു വലക അസ്ലംതു ഖശാ ലക സംഈ വബസരി വമുഖീ വഅദമി വമസ്തഖല്ലത ബിഹി ഖദമി ലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് വന്നിട്ടുണ്ട്. ഇങ്ങനെ പല നിലക്കുള്ള പ്രാർത്ഥനകളും റുകൂഇന്റേതായ പ്രാർത്ഥനകൾ നമുക്ക് കാണാൻ സാധിക്കും. ഇതിലേതും നമുക്ക് നിർവഹിക്കാവുന്നതാണ്. എന്നാൽ പ്രവാചകൻ പരിശുദ്ധ ഖുർആനിലെ ഒരായത്തിറങ്ങിയപ്പോ ഫസബ്ബിഹി ബിസ്മി റബ്ബിക്കൽ അളീം, നീ നിന്റെ നാഥനെ മഹത്വപ്പെടുത്തുക എന്ന അർത്ഥം വരുന്ന ആയത്തിറങ്ങിയപ്പോ നബി സ്വഹാബത്തിനോട് പറഞ്ഞു, ഇജാലുഹാ ഫീ റുകൂഇക്കും, ഇത് നിങ്ങളുടെ റുകൂയിലില്ല. അങ്ങനെ വേറൊരിക്കൽ സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅ്ലാ എന്ന ആയത്തിറങ്ങിയപ്പോ നബി പറഞ്ഞു, ഇജാലുഹാ ഫീ സുജൂദിക്കും, ഇത് നിങ്ങളുടെ സുജൂദിലും ചൊല്ല. അതിന്റെ അടിസ്ഥാനത്തിൽ നബി തന്നെ അങ്ങനെ കാണിച്ചു കൊടുത്തു. സ്വഹാബത്ത് പറയാണ്, നബി ഒരിക്കൽ നിസ്കരിച്ചപ്പോ നബി റുകൂയിൽ സുബ്ഹാന റബ്ബിയൽ അളീം എന്നും സുജൂദിൽ സുബ്ഹാന റബ്ബിയൽ അഅ്ലാ എന്നും പറയാറുണ്ടായിരുന്നു. അപ്പൊ ഇതൊക്കെ ഹദീസിൽ വന്നതാണ്. നേരത്തെ ഞാൻ പറഞ്ഞ ഈ പ്രാർത്ഥനകളും ഒക്കെ ഹദീസിൽ ഇങ്ങനെ പലതരക്കും വന്നിട്ടുണ്ട്. റുകൂയിനെ സംബന്ധിച്ചിടത്തോളം നബി മൊത്തത്തിൽ പറഞ്ഞത് അമ്മർ റുകൂഅ ഫഅള്ളിമൂ ഫീഹി റബ്ബ, റുകൂയിൽ നിങ്ങൾ നിങ്ങളുടെ നാഥനെ മഹത്വപ്പെടുത്താൻ നിങ്ങൾ അധിക സമയവും ചെലവഴിക്കുക. അള്ളാഹനെ ഇങ്ങനെ മഹത്വപ്പെടുത്തുക, അള്ളാഹനെ പുകഴ്ത്തുക. അപ്പൊ സമയവും സൗകര്യമൊക്കെ അനുസരിച്ച് നമുക്ക് സമയമൊക്കെ ഉണ്ടെങ്കിൽ ഈ 3 പ്രാവശ്യം തന്നെ ആക്കിക്കൊള്ളണമെന്നില്ല. ഏറ്റവും ചുരുങ്ങിയത് ഒരു പ്രാവശ്യം പറഞ്ഞാലും അത് കിട്ടി. സുബ്ഹാന റബ്ബിയൽ അളീം അല്ലെങ്കിൽ സുബ്ഹാനകല്ലാഹുമ്മ റബ്ബനാ ബിഹംദിക അല്ലാഹുമ്മ ഗ്ഫിർലി എന്ന് പറഞ്ഞാലും മതി. പിന്നെ നമുക്ക് 3 പ്രാവശ്യം, അതാണ് ഏറ്റവും അഫ്ളൽ. പിന്നെയും സമയമുണ്ടോ, എത്രയും നിങ്ങൾക്ക് അധികരിപ്പിക്കാം. ഈ 3 മാത്രമേ പറ്റുള്ളൂ. പിന്നെ ഇങ്ങനെ സമയം കിട്ടിയ വെറുതെ അവിടെ നിന്നോളണം എന്നാരും വിചാരിക്കണ്ട. സമയം കിട്ടിയാൽ നമുക്ക് പിന്നെയും വർദ്ധിപ്പിക്കാം. ഇതിൽ തന്നെയും പണ്ഡിതന്മാർ പറയുന്നത്, ഈ എല്ലാ പ്രാർത്ഥനകളും കൂടി ചൊല്ലാൻ പറ്റുമോ? നമുക്ക് അറിയുമെങ്കിൽ ഇതെല്ലാം കൂടെ ചൊല്ലാം. ഇനി ഒരു ളുഹറിൽ നിങ്ങൾ ഒരു പ്രാർത്ഥന ചൊല്ലി, അസറിൽ നിങ്ങൾ വേറൊരു പ്രാർത്ഥന ചൊല്ലി, അങ്ങനെയാവുന്നതുകൊണ്ടും വിരോധമല്ല. ഇമാം നവവി തന്റെ അൽ അദ്കാർ എന്ന കിതാബിൽ പറയുന്നത്, പ്രവാചകനിൽ നിന്ന് സ്ഥിരപ്പെട്ടു വന്ന എല്ലാ പ്രാർത്ഥനകളും കുറേശ്ശെയായിട്ട് പല സമയങ്ങളിലായിട്ട് നിർവഹിക്കുകയാണ് ഏറ്റവും നല്ലത് എന്നാണ്. കാരണം എന്നാ പിന്നെ ഹദീസിൽ പറഞ്ഞ എല്ലാ പ്രാർത്ഥനകളോടും നമ്മൾ കൂറു പുലർത്തിയെന്ന് വന്നല്ലോ. ഒറ്റൊന്നുമ്പോ തന്നെ മാത്രമായിട്ട് ആയുഷ്കാലം ഇങ്ങനെ കഴിയുന്നതിനേക്കാൾ നല്ലത് എല്ലാ പ്രാർത്ഥനകളും പല സന്ദർഭങ്ങളിലായിട്ട് എല്ലാം നിർവഹിക്കുമ്പോൾ ഹദീസിൽ പറഞ്ഞ എല്ലാത്തിനും അനുസരിച്ച് നമ്മൾ അമൽ ചെയ്തത് പ്രവർത്തിച്ചതുപോലെയായി എന്നാണ് അദ്ദേഹം അഭിപ്രായപ്പെട്ടത്. അപ്പൊ അതുകൊണ്ട് സമയം കിട്ടുകയാണെങ്കിൽ ഇങ്ങനെ തസ്ബീഹുകൾ അധികരിപ്പിക്കുന്നതിന് യാതൊരു വിരോധവുമില്ല. റുകൂയിൽ അള്ളാഹുവിനെ നിങ്ങൾ കൂടുതലായി മഹത്വപ്പെടുത്തുകയും പുകഴ്ത്തിക്കൊണ്ടിരിക്കുകയും തസ്ബീഹ് ചൊല്ലുകയും പരിശുദ്ധനാക്കുകയും ചെയ്യുക എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇതാണ് റുകൂയിൽ ചൊല്ലുന്ന പ്രാർത്ഥനകളെ സംബന്ധിച്ച് അല്ലെങ്കിൽ തസ്ബീഹിനെ സംബന്ധിച്ച് ദിക്റിനെ സംബന്ധിച്ച് നമുക്ക് പറയാനുള്ളത്.